നമസ്കാരം. ലീഗൽ എത്തിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് പ്രൊഫസർ ശ്രീമാൻ അഡ്വക്കേറ്റ് വിനു വിനായകൻ സാറാണ്. അദ്ദേഹം ഇന്ന് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ഭാഗമായ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് നമ്മോട് സംവാദിക്കാൻ പോകുന്നത്. ഏവരും വീഡിയോ കാണും. ലീഗൽ എത്തിക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 ഫണ്ടമെന്റൽ റൈറ്റിലെ 2 റൈറ്റാണ്. ഒന്ന് റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. മറ്റൊന്ന് റൈറ്റ് ടു ഫ്രീഡം 19 to 22. ഈ 2 റൈറ്റുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തീർന്നു. ഇനി മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റായ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം, അനുച്ഛേദം 23-ലും 24-ലുമാണ് പറയുന്നത്. 23-ൽ പറയുന്നു പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, മനുഷ്യക്കടത്ത് പാടില്ല, ഫോഴ്സ്ഡ് ലേബറും പാടില്ല എന്ന് ആർട്ടിക്കിൾ 23-ൽ പറയും. 24-ൽ പറയുന്നു പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, ഹസാർഡസ് ഇൻഡസ്ട്രിയിൽ, മൈൻ പോലുള്ള സ്ഥാപനങ്ങളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിയെടുക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 24 പറയുന്നു. അനുച്ഛേദം 24-ൽ പറയും. ഇത് രണ്ടുമാണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, ഫോഴ്സ്ഡ് ലേബർ, ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, ബെഗാർ. അടുത്ത നാലാമത്തെ റൈറ്റ്, റൈറ്റ് ടു റിലീജിയൻ, അനുച്ഛേദം 25 മുതൽ 28 വരെയാണ് പറയുന്നത്. 25-ൽ പറയുന്നു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ, മതങ്ങൾ പ്രചരിപ്പിക്കാനും ആചരിക്കാനും ഉള്ള റൈറ്റ്, പ്രചരിപ്പിക്കാനുള്ള അവകാശം പറയുന്നത് 25. ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പ്രിയാമ്പിൾ പറയും. സെക്കുലാരിസം, മതനിരപേക്ഷത, മതേതരത്വം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റേറ്റ് ഹാവ് നോ റിലീജിയൻ, നമ്മുടെ രാഷ്ട്രത്തിന് മതമില്ല. സ്റ്റേറ്റ് റിക്കഗ്നൈസ് ഓൾ റിലീജിയൻ, സ്റ്റേറ്റ് എല്ലാ റിലീജിയനെയും റിക്കഗ്നൈസ് ചെയ്യുന്നു. ചുണ്ടിൽ ഓങ്കാരധ്വനി മുഴക്കുന്ന ഹിന്ദുവും നെറ്റിയിൽ തഴമ്പുള്ള മുസൽമാനും നെഞ്ചിൽ കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും നാനാ മതസ്ഥരും ഏകോദര സഹോദര രീതിയിൽ ജീവിക്കുന്നതിനെയാണ് സെക്കുലാരിസം, മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കും. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നു റൈറ്റ് ടു റിലീജിയൻ, അതൊരു ഫണ്ടമെന്റൽ റൈറ്റാണ്. ഇഷ്ടമുള്ള മതം ആചരിക്കാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ആർട്ടിക്കിൾ 26-ൽ പറയുന്നു ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ചെയ്യാനുള്ള മനസ്സിലുള്ള ഫ്രീഡം ഉണ്ട്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യാം. ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. ടു ഓൺ അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി മൂവബിളും ഇമ്മൂവബിളുമായ സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങാം. ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. 27 പറയുന്നത് ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. ആർട്ടിക്കിൾ 28-ൽ പറയുന്നു ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ റിലീജിയസ് വർഷിപ്പ് in certain educational institutions. മത സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവർക്ക് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള അധികാരമുണ്ട്. 25 മുതൽ 28 വരെ പറയുന്നത് റൈറ്റ് ടു റിലീജിയൻ. അടുത്ത ഫണ്ടമെന്റൽ ഫ്രീഡം 29-30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ആണ് പറയുന്നത്. 29-ൽ പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, മതന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള റൈറ്റാണ് 29-ൽ പറയുന്നത്. എനി സെക്ഷൻ ഓഫ് സിറ്റിസൺസ് റിസൈഡിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ or any part thereof having distinct language, script
or culture, distinct language, script and culture. It shall be the right to conserve the same. അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശമാണ് 29 പറയുന്നത്. No citizen shall have denied admission into any education institution maintained by state or receiving aid out of state fund on ground only of religion, race, caste, language or any of them. സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ മത, ജാതി, വർഗ നിബന്ധനകൾക്ക് അതീതമായി അഡ്മിഷൻ കൊടുക്കണം. അത് ഒരു കാരണമാവരുത്, അഡ്മിഷൻ ഡിനേ ചെയ്യാൻ ഒരു കാരണം ആകരുത് എന്ന് ആർട്ടിക്കിൾ 29 ക്ലോസ് 2 പറയും. 30 പറയുന്നു, ആർട്ടിക്കിൾ 30 പറയുന്നു, റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. മൈനോറിറ്റി എന്ന് പറയുന്ന വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തില്ല. ന്യൂനപക്ഷം, മതന്യൂനപക്ഷങ്ങളുമാവാം, അതുപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളുമാവാം. അവർക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ആർട്ടിക്കിൾ 30 കൊടുക്കുന്നു. 29, 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. ആർട്ടിക്കിൾ 31 കമ്പൽസറി അക്വിസിഷൻ ഓഫ് പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇത് ഈ ആർട്ടിക്കിൾ 44 അമെൻമെന്റിലെ ഡിലീറ്റ് ചെയ്ത് 300 ക്യാപിറ്റൽ എ ആക്കി ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റായി ഇത് തരം താഴ്ത്തിയിരിക്കുക. ഈ റൈറ്റ് ഇപ്പോൾ ഇല്ല. 31 ക്യാപിറ്റൽ എ സേവിംഗ് ഓഫ് ലോസ് പ്രൊവൈഡ് ഫോർ അക്വിസിഷൻ ഓഫ് എസ്റ്റേറ്റ്. 31 ക്യാപിറ്റൽ എ ആർട്ടിക്കിൾ 31 ക്യാപിറ്റൽ ബി ഫസ്റ്റ് അമെൻമെന്റിൽ കൊണ്ടുവന്നതാണ്. ഫസ്റ്റ് അമെൻമെന്റ് ടേക്ക് പ്ലേസ് ഇൻ 1951. കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റ് 1950. ഫസ്റ്റ് അമെൻമെന്റ് ഇൻ 1951. ആർട്ടിക്കിൾ 31 ക്യാപിറ്റൽ എ, ആർട്ടിക്കിൾ 31 ക്യാപിറ്റൽ ബി ആൻഡ് 9th ഷെഡ്യൂൾ ഇത് ഇൻസർട്ട് ചെയ്തത് ഫസ്റ്റ് അമെൻമെന്റിലാണ്, 1951. 31 ക്യാപിറ്റൽ സി സേവിങ്സ് ഓഫ് ലോസ് ഗിവൺ എഫക്ട് ടു സർട്ടൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ അനുച്ഛേദം 25ാം അമെൻമെന്റിലാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് വേണ്ടി, പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പാർട്ട് 4 പറയുന്ന കാര്യത്തിന് വേണ്ടി പാർലമെന്റ് എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നാൽ ആ നിയമം ആർട്ടിക്കിൾ 13 വിരുദ്ധമാണെങ്കിൽ, ലോ ഇൻകൺസിസ്റ്റന്റ് ഓർ ഡിറോഗേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് ഇൻകൺസിസ്റ്റ് അല്ല, അത് 9ാം ഷെഡ്യൂളിൽ ഇൻസർട്ട് ചെയ്താൽ കോടതിക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ആർട്ടിക്കിൾ 31 സിയിൽ പറയുന്നത്. അവസാനത്തെ മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി. പാർട്ട് 3 പറയുന്ന റൈറ്റുകൾ എൻഫോഴ്സ്മെന്റ് ചെയ്യാനുള്ള റൈറ്റാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി. 32 ആർട്ടിക്കിൾ 32 പറയുന്നത്. അക്കോർഡിംഗ് ടു B.R. അംബേദ്കർ, ആർട്ടിക്കിൾ 32 ഈസ് എ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ടും സോളും, ആത്മാവും ഹൃദയവും 32. ആർട്ടിക്കിൾ 32 ഇല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 32 പറയുന്നു, ദ റൈറ്റ് ടു മൂവ് സുപ്രീം കോർട്ട് ബൈ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിംഗ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ് കൺഫേർഡ് ബൈ പാർട്ട് 3. ഈ പാർട്ട് 3 പറയുന്ന ഈ റൈറ്റ് കിട്ടിയില്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാം. പാർട്ട് ക്ലോസ് 2 പറയുന്നു, സുപ്രീം കോർട്ട് ഷാൽ ഹാവ് പവർ ടു ഇഷ്യൂ ഡയറക്ഷൻ ഓർ ഓർഡേഴ്സ് ഓർ റിട്സ്, റിട്ട് ഇൻക്ലൂഡ് ഹാബിയസ് കോർപ്പസ്, മെൻഡാമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർച്ചറി. ഇത്രയും റിട്ടുകളിലൂടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് അപ്രോപ്രിയേറ്റ് റിട്ടിലൂടെ നേടിയെടുക്കാം, എൻഫോഴ്സ് ചെയ്യാം, കേസ് കൊടുത്ത് അവകാശം നേടിയെടുക്കാം. അത് ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ പോകാം എന്നാണ് പറയുന്നത്. 33 പറയുന്നു, ഈ ഫണ്ടമെന്റൽ പട്ടാളക്കാർക്ക് ആംഡ് ഫോഴ്സിന് ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല. അവരുടെ അവകാശങ്ങൾ കട്ടയിൽ കുറച്ചുകൊണ്ട് പാർലമെന്റിന് എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കാൻ അവകാശം ഉണ്ട്
എന്ന് ആർട്ടിക്കിൾ 33-ലും 34-ലും 35-ലൊക്കെ പറയും. ഇത്രയും 6 ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 പറയുന്നത്. പാർട്ട് 3 ഈസ് കൺസിഡേർഡ് ആസ് എ മാഗ്ന കാർട്ട ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14-18 1. 2. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19-22. 3. റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 and 24. അടുത്തത് റൈറ്റ് ടു റിലീജിയൻ ആർട്ടിക്കിൾ 25-28. അടുത്ത റൈറ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ആർട്ടിക്കിൾ 29 and 30. അടുത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി റിട്ട് 32 ആർട്ടിക്കിൾ 32. ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻസ്ട്രൈൻഡ് അണ്ടർ പാർട്ട് 3. കോവിലിലെ പ്രതിഷ്ഠ പോലെ ഭാഗം 3-ൽ തിളങ്ങി നിൽക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് കേസ് എന്നറിയപ്പെടുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി കേസ് ഫണ്ടമെന്റൽ റൈറ്റ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. 1973 സുപ്രീം കോടതിയിലെ 13 അംഗ ജഡ്ജ് ഡിസൈഡ് ചെയ്ത കേസാണ്. അപ്പൊ ഈ കേസിൽ 7-6 മെജോറിറ്റിയിൽ സുപ്രീം കോടതി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും വിവിധ വിഷയങ്ങളിലൂടെ ഉയർന്ന ഒരു മനസ്സിലെ വാദമാണ്. അപ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ബേസിക് സ്ട്രക്ചർ അമെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കേസാണ് ഫണ്ടമെന്റൽ റൈറ്റ് കേസ്. ഗോരഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിനെ ഓവർ റൂൾ ചെയ്ത കേസാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് ഈ പാർട്ട് 3 എണ്ണി പറഞ്ഞിരിക്കുന്ന ഈ മൗലിക അവകാശങ്ങൾ പാർലമെന്റിന് ഇത് ഭേദഗതി ചെയ്ത് മാറ്റാൻ പറ്റുമോ? എ ലോങ് ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് enshrined and enumerated under part 3 can be amended by parliament. That is a question. അപ്പോൾ ഈ കേസിൽ ഫണ്ടമെന്റൽ റൈറ്റ് കേസ് എന്നറിയപ്പെടുന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ ഫണ്ടമെന്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റും മനസ്സിലെ വേണമെങ്കിൽ പാർലമെന്റിന് മാറ്റാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന ശില മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന കേസാണ്. ആ കേസ് ഇന്നും മനസ്സിൽ റെലവൻ്റാണ്. ആ കേസ് പ്രകാരം പാർലമെൻറ്റിന് ഫണ്ടമെന്റൽ റൈറ്റിനെ മാറ്റാൻ പറ്റില്ല, ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന ശിലയെ അമെൻഡ് ചെയ്ത് ഭൂരിപക്ഷം ഉണ്ടായാൽ പോലും മാറ്റാൻ പറ്റില്ല എന്നാണ് ലാൻഡ്മാർക്കായ ഫണ്ടമെന്റൽ റൈറ്റ് കേസ് എന്നറിയപ്പെടുന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ പറയുകയുണ്ടായി. നമ്മൾ ഇതുവരേക്കും ഡിസ്കസ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആമുഖം, സിറ്റിസൺഷിപ്പ് പാർട്ട് 2 പറഞ്ഞ സിറ്റിസൺഷിപ്പ് പൗരത്വം, പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് അതുവരെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 DPSP അതാണ് തുടരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.